കാര്യങ്ങൾ നന്നായി പരാമർശിച്ചിരിക്കുന്നു. എത്രയെത്രയോ വാക്കുകൾ മുഴങ്ങിയ വേദിയാണിത്. ഇത് ചരിത്രത്തിൽ കുറിച്ചു വെക്കുന്ന രാവാണ്. ഈ രാത്രി മറയില്ല. ആകാശത്ത് പുഞ്ചിരിക്കുന്ന താരകങ്ങൾ മറയില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ മാറിലെ അരറാത്തൽ രക്തത്തിനു വേണ്ടി, മാംസത്തിനു വേണ്ടി ദാഹിക്കുന്ന ഇരുട്ടിന്റെ ദുശക്തികൾക്കെതിരെ ഐക്യജനാധിപത്യ മുന്നണി ഉരുക്ക് കോട്ട പോലെ, ഒരു കുടുംബം പോലെ സടകുടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നുവെന്നതിന്റെ വിളംബരമാണ് ഈ ജാഥയുടെ സ്വീകരണങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കാണുവാൻ സാധിക്കുന്നത്. ശ്രീ എം പി വീരേന്ദ്രകുമാർ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ഊന്നുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം മഞ്ചേരിയിൽ പറയുന്നതും ഞാൻ കേട്ടു. രാഷ്ട്രീയത്തിനപ്പുറത്തും ചിലതുണ്ട്. മാനവന്റെ ജീവിതമുണ്ട്, അതിനോടുള്ള ആദരമുണ്ട്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഹ്യൂമൻ ഡിഗ്നിറ്റി. രാഷ്ട്രീയമെന്ന് വെച്ച് എന്തും ചെയ്യാം, എന്തും പറയാം, ഒരാളെ എങ്ങനെയെങ്കിലും വേട്ടയാടാം എന്ന് വല്ലവരും വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, കുഞ്ഞാലിക്കുട്ടി പാർക്കുന്നത് ശൂന്യാകാശത്തിലല്ല, ലീഗ് പ്രവർത്തകരുടെ, UDF പ്രവർത്തകരുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലാണ് കുഞ്ഞാലിക്കുട്ടി പാർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന ഓരോ അമ്പും തടുക്കാൻ, സ്നേഹത്തിന്റെ ഒരു പരിച തീർത്തു കൊടുക്കാൻ UDFന്റെ പ്രവർത്തകന്മാർ തയ്യാറാണ് എന്നും അവർ മനസ്സിലാക്കണം. പക്ഷെ ഇത് കവിഞ്ഞ കവിയലായി പോയി. നീതിബോധമുള്ളവർക്ക് അരുതാത്തതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. UDFന്റെ നേതാക്കന്മാർ, അതിന്റെ കൺവീനർ ശ്രീ PP തങ്കച്ചൻ മുതലുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. വലിയ നേതാക്കന്മാരുണ്ട്, വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളുണ്ട്. UDFന്റെ പാരമ്പര്യം മാന്യതയുള്ള പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിനനുസരിച്ചാണ് നാം നീങ്ങേണ്ടത്. ഞാനിപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രചാരണത്തിന്റെ, കുപ്രചാരണത്തിന്റെ, കുൽസിതമായ, ദുരുപദിഷ്ടമായ, ബാലിശമായ, നീചമായ, നിന്ദ്യമായ പ്രചാരണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഇന്നലെ ഒരു ചാനലിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം അല്പസമയത്തേക്ക്, അദ്ദേഹം പൊതുവെ എപ്പോഴും വളരെ മനോദാർഢ്യത്തോടു കൂടി നിലകൊള്ളുന്ന നേതാവാണ്, എല്ലാവർക്കും അറിയാം. അല്പസമയത്തേക്ക് അദ്ദേഹം വികാരഭരിതനാവുകയുണ്ടായി. ഞാൻ അദ്ദേഹം ഈ സദസ്സിലില്ലാത്തത് കൊണ്ട് പറയുന്നു, അദ്ദേഹം വികാരഭരിതനായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മനസാക്ഷിയുടെ കണ്ണ് നിറഞ്ഞതിന്റെ അടയാളമാണെന്ന് കാണാൻ അദ്ദേഹത്തെ വേട്ടയാടുന്നവർക്ക് സാധിക്കും. എന്തിനും there is a limit, there must be a limit. എന്തിനും ഒരു പരിധിയുണ്ട്, ഒരു പരിധി ഉണ്ടാകണം എന്ന് അത്തരം ആളുകളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാറ്റിനും ഒരു പരിധി ഉണ്ടാകുന്നത് നല്ലതാണ്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവർ ഖേദിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളുമായി നടക്കുന്നവർക്ക് ഖേദിക്കേണ്ടി വരും. ഇതെങ്ങനെയുണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം. ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്നും ഞങ്ങൾക്കറിയാം. 4.5 കൊല്ലം തിരുവനന്തപുരത്തിരുന്ന് നിരങ്ങി കേരള ജനതയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ പടുതിരി കത്തുമ്പോ, ഒരു ഗവൺമെന്റ് പടുതിരി കത്തുമ്പോ എന്തെങ്കിലും ഒന്ന് ഈ കേരളത്തിന് കൊടുത്തിട്ടില്ല. ചെറുപ്പക്കാർക്ക് കിട്ടിയിട്ടില്ല, വീട്ടമ്മമാർക്ക് ലഭിച്ചിട്ടില്ല, തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് ഒന്നും നൽകിയിട്ടില്ല. ഇപ്പോഴും എന്തെങ്കിലും അവർക്ക് ഓർക്കാനും ഓമനിക്കാനും ഉണ്ടെങ്കിൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ ഭരണകാലത്തിലെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും മാത്രമാണ്. എന്താണ് 4.5 കൊല്ലത്തെ നേട്ടം? ഒരു LP സ്കൂൾ, സർവകലാശാല കൊടുത്തോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു LP സ്കൂൾ ഈ കേരളക്കരയിൽ ഇല്ല. ധാരാളം വൈദ്യുതി കണക്ഷനുകൾ നൽകിയ ഒരു മന്ത്രി ഇവിടെയുണ്ട്, മുൻ മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ്. അഭിമാനിക്കാം ഈ കേരളക്കരയ്ക്ക്, എത്രയോ പാവങ്ങൾക്ക്. ഇവിടെ മന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന വീരേന്ദ്രകുമാർ ഇവിടെയുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് പാർലമെന്റ് അംഗമായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അടുത്തു നിന്ന് നിരീക്ഷിക്കുവാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ, UDFന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ ധാരാളം നേതാക്കന്മാരുണ്ട്. MM ഹസനെ പോലെ പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിച്ച നേതാക്കളുണ്ട്. എന്താണ് ഇവരൊക്കെ നാടിന് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ 4.5 കൊല്ലത്തെ നേട്ടം എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അപവാദ പ്രചാരണ